ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആന്തരിക ജീവിതത്തിൻ്റെ ഉറവകളെ തിരികെ പിടിക്കലാണ് നോമ്പുകാലം. ആന്തരിക ജീവിതം ഇങ്ങനെ നനുനനത്തതായി നിൽക്കണമെങ്കിൽ നല്ല ജീവൻ്റെ മിടിക്കുന്ന ഉറവകൾ വേണം, നല്ല സുഖമുള്ള ഉറവകൾ വേണം, പറ്റാത്ത ഉറവയിൽ. അതുകൊണ്ടാണ് ജെറമിയ പ്രവചനം 2:19 അതിനും പറയുന്നില്ല, എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം നൽകാനാവാത്ത പൊട്ടക്കിണർ കുഴിച്ചു. 2 മഹാപരാധങ്ങൾ. ആ വറ്റാത്ത ഉറവയുടെ തീരം ഓരം പറ്റി നിൽക്കാതെ പൊട്ടക്കിണർ കുഴിക്കുക എന്ന വലിയ വഴിമാറലിൻ്റെ അപകടത്തിലെത്തുക. കൃത്യതയോടുകൂടിയിട്ട് നോമ്പുകാലത്ത് ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഈ ഉറവകളെ തിരികെ പിടിക്കണം. എന്തുകൊണ്ടാണ് പ്രളയമുണ്ടാകുന്നത് എന്നൊരു വായനയിൽ ജലം അതിൻ്റെ ഉത്ഭവസ്ഥാനം വരണ്ടുണങ്ങിയപ്പം, ഉറവക്കണ്ണികളൊക്കെ വറ്റിപ്പോയപ്പം, തോടും പുഴയുമൊക്കെ വറ്റിയപ്പം കടൽ അതിനെ വീണ്ടും പ്രണയിക്കാൻ വേണ്ടി കയറി വരുന്നത്ര. സുന്ദരമാണ് ചിന്തകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബാഹ്യ ഇടങ്ങളെ ഇതുപോലെ പരുക്കില്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ആന്തരികതയിലൊക്കെ ശ്രദ്ധയോടുകൂടെ ചില ഉറവക്കണ്ണികളെ, അത് സ്നേഹമാകാം, കരുണയാകാം, കരുതലാകാം, വാത്സല്യമാകാം, മറ്റെന്തുമാകാം, ഇത്തരം നല്ല അനുഭവങ്ങളെ മുഴുവനും ഉണർത്തി നിർത്താൻ, ആ ഉറവയിൽ നിന്ന് കൈമാറ്റങ്ങൾ നടക്കാൻ സാധ്യമാവട്ടെ. കൃപയോടെ പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഉറവക്കണ്ണുകൾ ഇങ്ങനെ പൊടിപടലം പിടിച്ച് പാറ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ കുഴൽക്കിണർ കുത്തുന്നത് പോലെ നോമ്പുകാലത്ത് ആ ഇടങ്ങളെ ഒന്ന് തൊട്ടുണർത്താൻ, അതിനെ ഒന്ന് ഉരച്ചില്ലായ്മ ചെയ്യാൻ അനുഗ്രഹമാകാൻ നമുക്കാവട്ടെ. ഈശോയെ, ആത്മീയതയുടെ ഉറവക്കണ്ണുകളെ ഉണർത്താൻ ഞങ്ങളെ സഹായിച്ചാൽ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.